നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിൻഡോസ് 10 എങ്ങനെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതിനെ കുറിച്ചാണ്. നമ്മളിവിടെ എക്സ്റ്റേണൽ DVD ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ തന്നെ കണക്ട് ചെയ്യാൻ മതി, അല്ലെങ്കിൽ പെൻ ഡ്രൈവിലോ കോപ്പി ചെയ്യാം. പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്ത് വന്നാൽ ബൂട്ട് മാനേജർ പോകണം. അപ്പോൾ ബൂട്ട് മാനേജർ പറഞ്ഞാൽ അതിൽ F10 ആണ്. F10 ബയോസിലേക്ക് കയറി വന്നാൽ, അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ നമുക്ക് വളരെ കുറവാണ്. ഈ ബയോസിലേക്ക് F10 നോക്കി കയറി വന്നാൽ ഇതിലെന്ത് ചെയ്യണം? ഡയഗ്നോസിസ് അല്ല, സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ ബൂട്ട് ഓപ്ഷൻ എടുക്കുക. അതിൽ ബൂട്ട് ഓർഡർ ഉണ്ടാവും. ബൂട്ട് ഓർഡർ എൻ്റർ അമർത്തുക. അതിൽ ഫസ്റ്റ് ബൂട്ടബിൾ ഓപ്ഷൻ നമ്മുടെ USB CD ഡ്രൈവ് നിൽക്കണം. അതാക്കാൻ F6 ബട്ടൺ നിൽക്കുക. മുകളിലോട്ട് F6ഉം താഴോട്ട് F5 ആണ്. എഴുതി വെച്ചിട്ടുണ്ട്, ചേഞ്ചസ് ദിസ് വാല്യൂ F5 F6. അപ്പോൾ F5 നിൽക്കുക, അത് മുകളിലോട്ട് വരും. എന്നിട്ട് അതിന് ശേഷം F10 നിൽക്കുക. സേവ് ആൻഡ് എക്സിറ്റ് F10 നിൽക്കിയാൽ ഇത് സേവ് ആവും. F10 നിൽക്കുക, അതിനുശേഷം എൻ്റർ അമർത്തി ഈ സിസ്റ്റം ഒന്ന് ഓഫായിട്ട് ഓണായി വരും. ഓണായി വരുമ്പോൾ നമ്മളെ CD നിന്ന് ബൂട്ടായി പോകും. പെൻ ഡ്രൈവ് ആണെങ്കിൽ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്യുക. അപ്പോൾ പ്രസൻറ്റ് ഏതെങ്കിലും കീ നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ല. സമയം എടുത്തിട്ട് ലോഡായി വരുള്ളൂ. ലോഡായിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും. ആ വിൻഡോ വന്നാൽ ഇവിടെ ലാംഗ്വേജ്, കീബോർഡ് ലാംഗ്വേജ് ഇതൊന്നും ചേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നുണ്ട്. അറബിയൊക്കെ ആണെങ്കിൽ അറബി ലാംഗ്വേജ് മാറ്റാം. ഇവിടെ നെക്സ്റ്റ് അടിച്ചിട്ട് ഇത് ഇൻസ്റ്റാൾ നോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കറണ്ട് പോകരുത്. ഈ ബൂട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവെർട്ടറിലോ അല്ലെങ്കിൽ കറണ്ടില്ല സമയത്ത് പവർ കട്ടില്ലാതെ ശ്രദ്ധിക്കണം. ഉണ്ടായ പണിയൊന്നുമില്ല, പിന്നെ ആദ്യം ഇനിയും ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇതിൽ അക്സെപ്റ്റ് കൊടുക്കുക. വിൻഡോസിൻ്റെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷനും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നില്ല. നെക്സ്റ്റ് കൊടുക്കുക. അതിൽ ഇൻസ്റ്റാൾ വിൻഡോസ് ഓപ്ഷൻ കൊടുക്കുക. വിൻഡോസ് അഡ്വാൻസ്, വിൻഡോസ് ഓൺലി. അതിനുശേഷം ഇവിടെയാണ് പാർട്ടീഷൻ വരിക. ഇതാണ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുക. ഇതെങ്ങനെ പാർട്ടീഷൻ ചെയ്യുക പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓരോ പാർട്ടീഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് 320 GB ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ 298 GB കാണിക്കും. പാർട്ടീഷൻ ചെയ്യാൻ ഇവിടെ ന്യൂ കണ്ടില്ലേ, ന്യൂ ഓപ്ഷൻ, ന്യൂ പ്രസ് ചെയ്യുക. ഇതിന് നമുക്ക് C ഡ്രൈവ് എത്രയാണ് വേണ്ടതെന്നതിന് ഇവിടെ അങ്ങനെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ 150 GB നോക്കണം. 150 GB ആണ് 18,000 MB. അല്ല, 1,80,000 MB വരും. 2,000 MB ആണ് 17 GB വന്നിട്ടുള്ളൂ. ഇവിടെ ഡിലീറ്റ് ചെയ്യാം.
1,80,000 MB ആണ് 150 GB. ഇപ്പോൾ കണ്ടില്ല, ഇത് 500 MB പറഞ്ഞാൽ റിസർവ്ഡായി പോകും വിൻഡോസിൻ്റെ ഫയൽ. പിന്നെ ഇത് നമുക്കൊരു ന്യൂ പാർട്ടീഷൻ കൊടുക്കാം, 128 GB വേറെ ഡ്രൈവായി കിടന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എന്ത് പറയണേ ആ പാർട്ടീഷൻ 129 GB അതിലെടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. വിൻഡോസ് കോപ്പി കുറച്ച് സമയത്ത് ഓട്ടോമാറ്റിക് ലോഡായിപ്പോൾ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുക, അത് ആക്ടിവേറ്റ് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ 16% എളുപ്പം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റായിട്ട്. എൻ്റെ 7 ഒക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് കുറച്ച് സമയം എടുക്കും. എൻ്റെ 10 അങ്ങനെയല്ല, പക്ഷെ ഫാസ്റ്റായിട്ട് തന്നെ ലോഡായിക്കൊണ്ടിരിക്കും. ഇപ്പം 41%. ഇപ്പോൾ 100%. ഫീച്ചേഴ്സ് ഇൻസ്റ്റാളേഷൻ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് കഴിയും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വോയിസ് എല്ലാ സാധനവും പെട്ടെന്ന് ഒഴിവാക്കണം. ഇങ്ങനെ ഒരു വിൻഡോയിൽ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്രസ് സെറ്റിങ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, പ്രസ് ചെയ്യാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ പി സിക്ക് ഒരു പേര് കൊടുക്കണം. പി സിക്ക് പേര് നിർബന്ധമാണ്. അപ്പോൾ ഞാനിവിടെ അഡ്മിൻ എന്നാണ്, ജസ്റ്റ് പേര് കൊടുക്കാം.
പാസ്വേഡാണ് പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡിന് ഹിൻഡ് വേണമെങ്കിൽ ഹിൻഡ് കൊടുക്കാം. ഞാൻ പാസ്വേഡ് കൊടുക്കണില്ല. നെക്സ്റ്റ് കൊടുക്കാം. നമ്മളെ വിൻഡോ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. പക്ഷെ അത് വിൻഡോസ് ഇപ്പോൾ ആക്റ്റീവ് അല്ല കാണിച്ചത്. നമ്മൾക്ക് യു നീഡ് ടു ആക്റ്റീവ് വിൻഡോസ് ബിഫോർ യു ക്യാൻ പേഴ്സണലൈസ് യുവർ PC. അതിനുശേഷം മാത്രമേ നമുക്ക് ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പിന്നെ തീം പിന്നെ ഇത് കണ്ടില്ലേ ഡെസ്ക്ടോപ്പ് ഐക്കണൊക്കെ കാണില്ല, ഡിസേബിളായി കിടക്കുകയാണ്. ഐക്കണൊന്നും ഇടാൻ കഴിയില്ല. അപ്പം ഇനി എങ്ങനെ വിൻഡോസ് ആക്റ്റീവ് ആക്കാം? അപ്പം അതിന് വേണ്ടി ഞാനിവിടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. KMS Pro പറഞ്ഞിട്ട് ഒരു ഫയലുണ്ട്. ഫയൽ എക്സ്പ്ലോർ ഹാർഡ് ഡിസ്ക് എടുക്കട്ടെ. ഡിസ്ക് ഇതാണ് സംഭവം. ഇത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. KMS Pro പറഞ്ഞിട്ട് ജസ്റ്റ് അത് കോപ്പി ചെയ്തു. അതിന് മുമ്പ് ഫസ്റ്റ് വിൻറാറിൻ്റെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. വിൻറാർ ഉണ്ടല്ലോ, വിൻറാർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫയലാണ്. ഇപ്പോൾ RR ഫയലുണ്ടാവും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. അതിന് ശേഷം ഇതൊക്കെ എക്സിറ്റ് അടിച്ച ശേഷം ചെയ്യാം. ഇവിടെ പാസ്വേഡ് ചോദിച്ചാൽ അവിടെ 1 2 3 4 5 ഇതാണ് അതിൻ്റെ പാസ്വേഡ്. ഉണ്ടല്ലേ 1 2 3 4 5 ഓക്കെ. നെക്സ്റ്റ് കൊടുക്കുക. നല്ല KMS Pico ഇതാണ് ഈ സാധനത്തിൻ്റെ പേര്. ഇവിടെ അഗ്രി അക്സെപ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് വിൻഡോസ് 8 10 ഒക്കെ ആക്റ്റീവ് ആക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ KMS ഇതായി സാധനം ഓപ്പൺ ചെയ്യാം. പ്ലസ് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും, ആക്റ്റീവായി. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ല, അപ്പോൾ ആ എംബ്ലം പോയില്ലേ. ഞങ്ങൾക്ക് തീം വേണമെങ്കിൽ മാറ്റാൻ കഴിയും. തീം മാറി. സ്റ്റാർട്ട് മെനുവിൽ ഐക്കൺ കണ്ടില്ലേ, ഈ ഐക്കണൊക്കെ ഡിസേബിൾ ആയി. ഇതൊക്കെ കണ്ടില്ലേ, എനേബിളായി വന്നില്ലേ. അപ്പം മൈ കമ്പ്യൂട്ടർ, നമ്മളെ യൂസർ ഫയൽ, കൺട്രോൾ പാനൽ, ഇതൊക്കെ ഷോർട്ട് കട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഇടാൻ പിന്നെ ഇപ്പോൾ കഴിയുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആക്കുന്നത്, ആക്റ്റീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.